ഗൈസ്, ഇന്ന് ഞാൻ മരിയയ്ക്ക് വരെ ഞാനാണ് ഇൻട്രോ പറയുന്നത്. നമ്മളെവിടെ പോവാൻ മരിയ? ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഓണ സെലിബ്രേഷൻ ആണ് ഗൈസ്. നമ്മളിന്ന് ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. ഓണാഘോഷം ആലപ്പുഴ റിസോർട്ടിൽ വെച്ചാണ്. ഏത് റിസോർട്ട്? സൈറസ് റിസോർട്ടിൽ വെച്ചാണ് ഓണാഘോഷം. അപ്പോൾ ഓണാഘോഷത്തിന് ഞങ്ങള് ചേഞ്ച് ചെയ്തിരിക്കുന്നത് കുർത്തി എടുത്തിരിക്കുകയാണ്. ഞങ്ങൾ സിമ്പിളാ. ഞങ്ങൾ ഏകദേശം ഞങ്ങളെല്ലാം മാച്ച് ആയിട്ട് ഞങ്ങൾ ആക്ച്വലി ഇപ്പൊ ഞങ്ങൾ 8:15 കുറച്ച് അതെ ലേറ്റ് ആയിട്ട് ഞങ്ങൾ ഏകദേശം എല്ലാം സെയിം ആണ്. ബിക്കോസ് ഞങ്ങളുടെ ഡ്രസ്സ് ഏകദേശം അവളെക്കാട്ടി കുറച്ച് ലൈറ്റ് ആണെങ്കിലും ഞങ്ങൾ വളയായാലും എല്ലാം ഞങ്ങൾ ഏകദേശം മാച്ച് ചെയ്താറുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുങ്ങിയ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, അതുപോലെ നിങ്ങൾ കാണാൻ പോയി. ഞങ്ങൾ ഐശ്വര്യയുടെ അവിടെ എത്തട്ടെ. സോ നിങ്ങൾ ഇൻട്രോ വീഡിയോയിൽ കണ്ട പോലെ റെഡി ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ. അതിനുവേണ്ടി പ്രവീനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. പ്രവീനെ വിളിച്ചപ്പോൾ പ്രവി എടപ്പള്ളിയിൽ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ പ്രവി വന്നിട്ടുണ്ട് എനിക്ക് റെഡി ആവാനായിട്ട്. അപ്പോൾ അതുവരെ പ്രവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, നിങ്ങളും കൂടെ വെയിറ്റ് ചെയ്യും. ഇപ്പം എത്തിയിരിക്കും, എത്തുമെന്ന് പറഞ്ഞത്. സാധാരണ ഞാനാണ് അവൾക്ക് പോസ്റ്റ് കൊടുക്കാറുള്ളത്. ഇന്ന് എനിക്ക് അവൾ പോസ്റ്റ് ഒന്ന് ഐശ്വര്യയാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ശരിക്കും ഇവിടുന്ന് 7 മണിക്ക് ഇറങ്ങാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ സമയം 7 മണിയായി. പ്രവി എത്തിയിട്ടില്ല. പ്രവി വന്നിട്ട് വേണം, പ്രവിക്ക് പൂവ് വാങ്ങിയിട്ട് വേണം തിരിച്ച് വന്ന് ഞങ്ങൾക്ക് റെഡിയായി ഒരുങ്ങി ഇറങ്ങാൻ. ഞങ്ങൾ 8 മണിക്കുള്ളിൽ ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് മഞ്ഞ ചേച്ചിനെ പിക്ക് ചെയ്യണം, സൈക്കിളിനെ പിക്ക് ചെയ്യണം, ഐശ്വര്യനെ പിക്ക് ചെയ്യണം. ഇവരെയൊക്കെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ റിസോർട്ടിൽ 10 മണിക്ക് എത്തണം. അതും വൈറ്റില കുണ്ടന്നൂരെല്ലാം കഴിഞ്ഞ് ബ്ലോക്കൊക്കെ കിട്ടി ഞങ്ങൾ 10 മണിക്കുള്ളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്തിയിരിക്കും. ഇനി പ്രവി എന്താ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ. പ്രവീനായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുങ്ങണം. ഒരുങ്ങുന്ന വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ പ്രവി കണ്ണെഴുതി തരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഓൾറെഡി ഒരു 1 hour ലേറ്റാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഫൈനൽ ഔട്ട്ഫിറ്റൊന്നും കാണിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം എത്തണം. കാരണം എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഐശ്വര്യം ആജയൊക്കെ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം റെഡിയായിട്ട് പോണേണ്. അപ്പോൾ ഇനി ബാക്കി വീഡിയോ നിങ്ങൾ കാണട്ടോ. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയപ്പെടുന്നത് ക്ലോസാണോ? ഭയങ്കര ക്ലോസാണോ? ഇല്ല ഞാൻ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണിത്. ലൈഫ് ഓഫ് മരിയ എന്നാണ് ചാനലിൻ്റെ പേര്. ചാനലിൻ്റെ നെയിം സജസ്റ്റ് ചെയ്തത് പ്രവീണയാണ്. സോ പ്രവീണയ്ക്ക് ഒരു ബിഗ് താങ്ക്സ്. ബാക്കി പ്രവീണ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ വണ്ടി വിളിക്കട്ടെ. ഐശ്വര്യ വന്നിട്ടുണ്ട്. പ്ലീസ് ഹായ്. ഓ മൈ ഗോഡ്. ആൻഡ് ഹായ് ഗൈസ്. ഹായ്. ഒരു കുഞ്ഞു ബേബി ഉണ്ട് നമുക്ക്. ഹായ് പറ. ഇതിനിടയ്ക്ക് ഞങ്ങൾ കോപ്പിറൈറ്റുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും പിക്ക് ചെയ്യാന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇനി ഞങ്ങൾക്ക് വരാനുള്ളത് ആരാണ്? സൈറ്റിനെയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ അയച്ചു തരാം. പ്രവീതി നോക്കും. പ്രവിയുടെ നെയിൽ പോളിഷൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാസിയോയുടെ ബ്രാൻഡ് ന്യൂ ലിമിറ്റഡ് എഡിഷൻ വാച്ചാണ്. സൈറ്റിനും കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി എടുത്ത് പോകാം. ഞങ്ങളാണ് ലേറ്റ് എന്ന് വിചാരിച്ചു, പക്ഷേ സൈറ്റിയാണ് ലേറ്റ്. പതിവ് പോലെ തന്നെ 8 മണിക്ക് ഇവിടുന്ന് പുറപ്പെടണം എന്ന് പറഞ്ഞു. 8 മണിക്ക് ഞങ്ങൾ ഒബ്രോണിൽ വന്നിട്ട് 8 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞെങ്കിലും ഇപ്പോൾ 9 മണിയാവുന്നു. പതിവ് പോലെ തന്നെ ഞങ്ങൾ ലേറ്റാണ് ഗൈസ്. അല്ലേ? കോൾ വരുന്നുണ്ട്. കോൾ എടുത്തിട്ട് പറയാം ബാക്കി. സൈറ്റിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി എടുത്ത് പോകാം. ഇപ്പോൾ ലേറ്റ് ആയിട്ടുള്ളത് ഞങ്ങളാണ്. സൈറ്റിൽ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് 9 മണിയായിട്ടുണ്ട്. കറക്റ്റ് 9 മണി. കൊള്ളാതെ ഇഷ്ടം. നല്ല സാരി. സൈഫിന് ഒരു ഹായ് പറയൂ. ഹായ്. മരിയയുടെ വ്ളോഗാണ്.
ഹായ് ഹലോ ഗൈസ്, കൊറോണ കാലഘട്ടത്തിൽ കണ്ടു തുടങ്ങിയ സഫാരി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഊട്ടൂരിൽ നിന്ന് ഇറങ്ങി. ബാക്കി 2 ടീം പോയിരുന്നു. ശരി, ഞങ്ങൾ 10 മണിക്ക് റിസോർട്ടിലെത്തണം. പക്ഷേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയത് 10 മണിക്കാണ്. എന്താ അല്ലേ? പിന്നെന്താ, ഞങ്ങൾക്ക് ഇനി അവിടെ ചെന്നിട്ട് വേണം ഓണാഘോഷത്തിൻ്റെ പ്രോഗ്രാംസൊക്കെ പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ ഉള്ളത്. എന്താവോ എന്തോ കണ്ടറിയാം. പിന്നെ ഞങ്ങൾ 4 പേരും ഒരുമിച്ചാണ് പോയത്. ബാക്കി വീഡിയോ നിങ്ങൾ കാണും. എനിക്ക് മുല്ലപ്പ് വാങ്ങണം കേട്ടോ, എവിടെയെങ്കിലും ഒന്ന് നിർത്തണേ. മുല്ലപ്പ് വാങ്ങാന്ന് വെച്ചു, കാരണം ഇരിക്കട്ടെ എന്ന് മാത്രമല്ല പഠിക്കുന്നത്. ക്യാമറ ഇവിടാണോ ഇവിടാണ് ഞാൻ നോക്കേണ്ടത്. സോറി, ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കിയപ്പോൾ സോറി, ഞാൻ ഇങ്ങോട്ട് നോക്കാം. എനിക്ക് ഫോണായിട്ട് സോ ഗൈസ്, ഫൈനലി നമ്മൾ സൈറസ് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഓണാഘോഷം. നമ്മളാണ് ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. സോ ഗൈസ്, നമ്മൾ ഇന്ന് സൈറസിലാണ് നമ്മുടെ ഓണാഘോഷം നടത്തുന്നത്. ഞാൻ റിസോർട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് എൻട്രൻസ് വരുന്നത്. എൻട്രൻസിൽ നേരെ വ്യൂ കായലാണ്. ഇവിടെ ചെറിയ രീതിയിൽ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. പിന്നെ ഓരോ കോട്ടേജാണ്. പിന്നെ അങ്ങോട്ടേക്കൊക്കെ പോയ കായലാണ്. ജസ്റ്റ് കായലിൻ്റെ ബ്യൂട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഈവനിങ്ങിൽ ഹൗസ് ബോട്ട് പറഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒരു 2 hours നമുക്ക് ഇവർ തരും. ഇവിടുന്നിങ്ങനെ നടന്ന് പോകാം. ആരുമില്ലാത്ത കാരണം ഞാനിപ്പോൾ നടക്കുന്നില്ല. നടന്നിങ്ങനെ പോകാം. പരിപാടിക്ക് ഞങ്ങളാണ് ആദ്യം എത്തിയിരിക്കുന്നത്. ബാക്കി എല്ലാവരും എത്തുന്നേ ഉള്ളൂ. ലഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓണാഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം എല്ലാവരും ഇവിടെ ഊഞ്ഞാലാടുകയാണ്. ഓരോരുത്തരെ കാണിച്ചു തരാവേ. ഇവിടെ നല്ല ചെളിയുണ്ട്. എന്നാലും കാണിച്ചു തരാം. പ്രവി വീഡിയോ കോളിലാണ്. പ്രവി മുല്ലപ്പ് വെച്ചിട്ടുണ്ട്. എന്നെ കാണല്ല കേട്ടോ, മുല്ലപ്പൊക്കെ വെച്ച് ഒരു പക്ക മലയാളി കേസ് പുരുഷ കേസ് കാത്തിരിക്കുകയാണ്. നമസ്കാരം, മാന്യ സദസ്സിന് വന്ദനം. നിങ്ങളെ എവിടെ പോയിച്ച്? ഞങ്ങള് തണ്ണീർമുക്കം ബണ്ട് കാണാൻ. എന്ത് കാണാൻ? തണ്ണീർമുക്കം ബണ്ട്, മറ്റേ കൊറേ വെള്ളമല്ലേ, തണ്ണീർമുക്കം ബണ്ട്. ഓക്കെ. സോ ഇനി ഞങ്ങളുടെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ 2-3 പിക്സ് ഞാൻ ഇതിനൊപ്പം ആഡ് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം ഇതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റൂം ടൂർ കാണിച്ചു തരാം. ഹായ്. എവിടെ പോയാലും ഇയാളെൻ്റെ ഒപ്പം കൂടെ ഉണ്ടാവും. കയറി വരുമ്പോൾ തന്നെ കബോർഡ്, പിന്നെ മിറർ. ഇതാണ് നമ്മുടെ വ്യൂ കായൽ വ്യൂ ആണ് നമുക്ക് റൂം. കൊള്ളാം, അത്യാവശ്യം നല്ലതാണ്. പിന്നെ ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂം പണിയിട്ടുണ്ട്, കുഴപ്പമില്ല.
ബാത്റൂം ഇതൊക്കെ ഉണ്ട്. സോ ഇത്രേ ഉള്ളൂ, ചെറിയ റൂം. നമ്മൾ ഹാപ്പിയാണ്, ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഓണസദ്യ കഴിഞ്ഞിട്ടായിരിക്കും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതങ്ങനെ വീഡിയോ എന്താ പറയുക, നമ്മൾ ഓണസദ്യ കഴിഞ്ഞിട്ടായിരിക്കും ഇനി പരിപാടിയൊക്കെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം പ്രോഗ്രാമിൻ്റെ ചാർട്ട് മൊത്തം തെറ്റി. ഇപ്പോൾ സമയം 12:15. 1 മണിക്ക് ഓണസദ്യ, ഒരു 2 മണി തൊട്ട് 4 മണി വരെ ഓണപരിപാടികൾ. അത് കഴിഞ്ഞിട്ട് ഒരു ബോട്ടിങ് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നാണോ ഇനിയിപ്പോൾ നാളെയാണോ എന്നറിയില്ല. പിന്നെ പൂളി കിടന്നിട്ടുള്ള കുറച്ച് കലാപരിപാടികൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നർ, പിന്നെ വേറെ എന്താണൊക്കെ. എന്തായാലും ബാക്കി വീഡിയോ ഇനി തുടരെ കാണാം. ഞാൻ ടയേർഡാണ് ഗൈസ്, കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോൾ ലഞ്ച് കഴിക്കുന്ന ടൈമിൽ കാണാം അല്ലേ? ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ബൈ, സെറ്റ്. ബാ, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോവാം, ഓണസദ്യ കഴിക്കാൻ പോവാം. വേണ്ട, ഓൾറെഡി നല്ല സെറ്റാണ്. പഞ്ചായത്ത് തോറ്റ പരിഗണിച്ചു. ഫസ്റ്റ് പ്രൈസ് അല്ല, സെക്കൻഡ് പ്രൈസ് കിട്ടിയായിരുന്നേ. സെക്കൻഡ് പ്രൈസ് ആകെ 2 പേര് മത്സരിച്ചോളൂ. 3 പേര് മത്സരിച്ചിരുന്നു. അല്ല, 4 പേര് മത്സരിച്ചു. സെക്കൻഡ് പ്രൈസ് കിട്ടി. ബാക്കി സ്വന്തം വീട്ടിലെ സ്വന്തം റൂമിൽ 17ാം വാർഡ് ഫസ്റ്റ് റണ്ണർ ആണ് ഞാൻ. ശർക്കര വരട്ടിയില്ലേ? ശർക്കര കവറിലെടുത്തു. കുറച്ച് ഇന്നോട്ടെ. സോ നമുക്ക് ഇന്ന് എന്തൊക്കെയുള്ളതെന്ന് ചോദിക്കാം. റൈസ് ഉണ്ട്. റിവ്യൂ ആണോ? അല്ല, യൂട്യൂബ് ചാനലാ. 400 പൂജത്തിന് വിലയില്ല, നിനക്കറിയില്ലേ? റൈസ്, പിന്നെ ബീട്രൂട്ട് പച്ചടി. ഇതെന്ത് സാധനമാ? തേങ്ങ ഒതുക്കിയതാ. എന്തൊരു സാധനം? തോരൻ. ഇതെന്തൊരു സാധനം? അവിയല്, പിന്നെ പപ്പടം, ചിപ്സ്, ശർക്കര വരട്ടി. പിന്നെ വെള്ള കളറിലെ സേമിയ പായസം ഉണ്ട്. ഫുഡ് കഴിക്കുന്ന സമയത്ത് പറ്റും അല്ലെങ്കിൽ കഴിച്ചു ഇതിന്റെ പേരാണ് റോസ് അച്ചാർ. ഒക്കെ സമയം തരും ഗൈസ്. എന്റെ പേര് ആഷിഫ്. ടൈം ലാപ്സ് ആണല്ലേ? അവിടെ നോക്കേ. അവിടെ നോക്കും. ഇപ്പോഴാണ് ആംഗിൾ സെറ്റ് ചെയ്തത്. അങ്ങനെ ഒരു ഇതാർക്കാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ 12 ഉള്ളൂ. ഭയങ്കര ചൂടായിരിക്കും. ഞാനുണ്ട് ഗസ്റ്റ്. സോ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. തగ్గടിക്കാൻ നോക്കി തരാം മാച്ചി. ഷോത്തില്ല. അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ കാണാം. ഞാൻ സൈറസിന്റെ വീഡിയോ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഞാൻ ഡ്രസ്സ് മാറി കേട്ടോ. ഓക്കെ, ഞാൻ ഡ്രസ്സ് മാറി ചെറുതായിട്ട്. കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാം ഇങ്ങനത്തെ സാധനങ്ങൾ. ഞാൻ അങ്ങനത്തെ ഒന്നും ഇടാത്തതുകൊണ്ട്. സോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഡാൻസിനാണ്. നമ്മുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. ജസ്റ്റ് ചെറുതായിട്ട്. ഞങ്ങൾ കുറച്ച് 4 പേര് മാത്രം.
നമസ്കാരം. സർവീസ് സോഴ്സിന്റെയും IHRന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണാഘോഷം ആവേശം 2024 എല്ലാ പ്രോഗ്രാമിലേക്കും എല്ലാവരും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തോളൂ. ഈ പ്രോഗ്രാം നമുക്ക് വേണ്ടി കണ്ടക്ട് ചെയ്തത് നമുക്ക് ഈ റിസോർട്ട് എല്ലാം സെറ്റ് ചെയ്തത് അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നത് ഒരു ചെറിയൊരു ഡാൻസ് പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകണം. ഇതിനു വേണ്ടി ജിത്തു ആൻഡ് ടീമിനെ ക്ഷണിച്ചോളുന്നു. അതൊക്കെ കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഡാൻസിന് ശേഷം ഞങ്ങൾ A ടീമും B ടീമായിട്ട് ഗെയിംസായി. ഞാൻ B ടീമായിരുന്നു. ഞങ്ങൾ A ടീമിന് വേണ്ടി തോറ്റു കൊടുത്തു, അങ്ങനെ വേണമെങ്കിൽ പറയാം. ബാക്കി ഗെയിംസൊക്കെ നിങ്ങളൊന്ന് കാണാം. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട. My wife and daughter, you will not see any minute after today. Get out now. സോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി പൂളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. പൂളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നമുക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈവനിങ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സൈക്കിൾ റൈഡിന് പോയിരുന്നു. സൈക്കിൾ റൈഡിന് പോയിട്ട് ഞാനും സൈഫിനെ കുറച്ചധികം ദൂരം പോയി ഒരു കടവ് കണ്ട് നിർത്തി. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ വല വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സൈഫിനയുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ വഞ്ചി കയറണമെന്നുള്ളത്. അപ്പോൾ സൈഫിന് ആ ചേട്ടനോട് ചോദിക്കട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. പക്ഷേ സൈഫിന് അതൊന്നും കേൾക്കാതെ സൈഫിന് ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടൻ ഞങ്ങളൊന്ന് വഞ്ചിക്ക് ഒന്ന് ചുറ്റി കാണിക്കാമോ എന്ന് ചോദിച്ചു. ആ ചേട്ടന് അത് കേട്ടതും ഒരു മടിയും കൂടാതെ അതിനെന്താന്ന് പറഞ്ഞുകൊണ്ട് വഞ്ചിയും കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി വേമ്പനാട് കായലൊന്ന് ചെറുതായിട്ട് ചുറ്റിക്കാണിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും ഇതിൻ്റെ ഹൈലൈറ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് ഈ ബോട്ട് റൈഡ് നടത്തുന്നത്, സൺസെറ്റ് ടൈമിൽ. അതിന് അതിൻ്റെ പീസ്ഫുൾ ആംബിയൻസും അത് വേമ്പനാട് കായലിൻ്റെ ഒരു സൺസെറ്റ് ബ്യൂട്ടി എല്ലാം ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ശരിക്കും നിങ്ങൾക്കും കാണാൻ പറ്റും. നല്ലൊരു പീസ്ഫുൾ മൊമെൻ്റ് ആയിരുന്നു അത്.
ശരിക്കും ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഈ ട്രിപ്പിലെ ഏറ്റവും ഒരു ഹൈലൈറ്റ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ് കിട്ടിയത്. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ ചേട്ടൻ്റെ വലയുടെ അവിടെ കൊണ്ടുപോയിട്ട് ആ ചേട്ടൻ പിടിച്ച മീനെയൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് പാതിരാമണലാണ്. പാതിരാമണലിൽ ഞങ്ങൾ പിറ്റേ ദിവസമാണ് പോകാൻ പ്ലാൻ ചെയ്തത്. ബാക്കി വീഡിയോ നിങ്ങൾ കാണും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സൈക്കിൾ ഔട്ടാൻ വന്നപ്പോൾ ഒരു വീഡിയോ കിട്ടിയതാണ്. ചേട്ടൻ്റെ പേരെന്താണ്? അഭിജിത്ത്. ആ ചേട്ടൻ ചോദിച്ചു, അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങളിതേ ഒരു വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചത് കാണിച്ചു തരാവേ. സൈക്കിള് സത്യം അവിടെ നിന്ന് കിട്ടിയതാണോ? അയ്യോ നോക്കട്ടെ, എന്തോരം മീന്. പള്ളത്തി അതെ, പള്ളത്തി കരിമീന്. വല വലിക്കാൻ പോണേ. ഒന്ന് കറക്കും. സൈക്കിൾ ഓട്ടാൻ വന്ന എന്തുകൊണ്ട് നന്നായി. അതാണ് ഒരു ബോട്ട് റൈഡ് കിട്ടി. ചേട്ടൻ എന്താ ചെയ്യുന്നേ? കള്ളം ചെറുത് മീനാണ്. കരിമീനൊക്കെ ഉണ്ട്. ജീവനുണ്ടോ? എടാ ഉണ്ടടാ, നീ എടുത്തിട്ട് അത് തെറിച്ചു പോകരുതേ. ഇല്ല, കൊറേ ഉണ്ട്. ഇപ്പൊ വല്ല വലിച്ചപ്പോ കിട്ടിയതാ ഫ്രഷാ, ജീവനുള്ളത്. അപ്പൊ ഇത് എവിടെ മാർക്കറ്റ് ഉണ്ടോ ഇവിടെ? സൺസെറ്റ് ആയി. റിസോർട്ടാ. ഇവിടെ ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്. ലീക്ക് സൈഡ് കൂടി ആയിരുന്നു. ഓ ലൈറ്റിന്റെ. ഓ ഇതൊക്കെ റിസോർട്ടാണല്ലേ. നൈസ് റിസോർട്ട്. ഇതെന്താ വലിയ ആണോ? പേരെന്തുവാ? അതല്ല, അവരെങ്ങനെ ഇനി നമ്മൾ അന്വേഷിച്ച് അവിടത്തോളം വന്നു കഴിയുമ്പോ ചെരുപ്പുണ്ട്, സൈക്കിളുണ്ട്. ഇല്ലടാ, ഫോൺ വിളിച്ചു നോക്കൂ എന്താണെങ്കിലും. പക്ഷെ നല്ലൊരു ഇതുണ്ട്. ഇഷ്ടപോലെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് കടവിലെത്തിയപ്പോഴേക്കും സൺ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിങ് 7 മണിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അഭിജിത്ത് ഏട്ടനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് സൈക്കിളെടുത്ത് തിരിച്ച് റിസോർട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ് കാണുന്നത്. ശരിക്കും ഈ ഒരു കോണ്ടൻറ്റ് കിട്ടാനായിട്ട് ശരിക്കും സൈഫിനെയാണ് കാരണം. സൈഫിനയുടെ ഒറ്റ ചോദ്യം കൊണ്ടാണ്. താങ്ക് യു സൈഫിന. സൈഫിനയ്ക്ക് പ്രത്യേകം നന്ദി പറയണം. പിന്നെ ഞങ്ങൾ തിരിച്ച് വേഗം തന്നെ റിസോർട്ടിലേക്ക് പോവുകയാണ്. കാരണം അവിടെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ റിസോർട്ടിൽ എത്തുമ്പോഴേക്കും എല്ലാവരും പൂളിൽ എൻജോയ് ചെയ്യുകയായിരുന്നു. Hi baby. Hello.
ഞങ്ങളുടെ അമ്മൂട്ടിയാണേ. ഹലോ, ഉറക്കത്തിൽ നിന്നിട്ടാണോ കുട്ടി ഇനിയിരിക്കുന്നത്? കഴിക്കാൻ പോണേണ്. സോ ഞാൻ ഫ്രഷായി. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നർ എന്താ ഉള്ളതെന്ന് കാണിച്ചു തരാം. കക്കറച്ചി, പിന്നെ ബീഫ്, ചിക്കൻ ഫ്രൈ ആണോ, ചപ്പാത്തി ആൻഡ് പൊറോട്ട. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് കുറേ ഗെയിംസൊക്കെ കളിച്ചു. ഡംഷാസ് കളിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. സൈഫ്ന ഏത് മൂവിയാണ് കാണിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. അത് നിങ്ങൾ പറഞ്ഞില്ല എന്നാണ് വിശ്വാസം. പിന്നെ ഉണ്ടല്ലോ ഒരു സംഭവം ഉണ്ടായി. ഇതിനിടയ്ക്ക് സൈഫിനേക്ക് എവിടെയോ പോയി, എന്നെ കൂട്ടാതെ പോയത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്നെ കൂട്ടാതെ എന്നെ വിളിക്കാതെ എവിടെയാണോ അവർ പോയെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഈ വീഡിയോ എടുക്കുന്നത് സെപ്റ്റംബർ 6-ാം തീയതിയാണ്. സെപ്റ്റംബർ 7-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് സർപ്രൈസ് തരാനായിട്ട് കേക്ക് വാങ്ങാൻ അവർ പോയതാണ്. പിന്നെ ഉണ്ടല്ലോ ഈ കേക്ക് വാങ്ങാൻ പോകുന്നത് വീഡിയോ എടുത്തവർ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി. അവരുടെ ഡെഡിക്കേഷൻ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വാ. ഓക്കെ, ഹായ് ഗേൾസ്. അപ്പോൾ നാളെ മരിയുടെ ബർത്ത്ഡേ ആണ്. നമ്മൾ മരിയക്ക് സർപ്രൈസ് ആയിട്ട് കേക്ക് മേടിക്കാൻ പോവാം. അതെ, അപ്പോൾ പോവാം. ഈ happy birthday to you, happy birthday to you, happy birthday, happy birthday, happy birthday. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവരോടും? എന്തെങ്കിലും ടോസ്റ്റ് ബർത്ത്ഡേ വിഷ്. ബർത്ത്ഡേ വിഷ് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. നടക്കുമോ? എല്ലാവരും ഉണ്ട്. ഇത് വിപിൻ, ആഷിഫ്. ഒരു മിനിറ്റ് എനിക്കൊരു ബ്ലോഗാണ്. ഓക്കെ, ഞാൻ താങ്ക് യു ഗൈസ്. നല്ലൊരു ബർത്ത്ഡേ, എന്താ ഞാൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് എല്ലാ ഞാൻ അങ്ങനെയല്ല. ഓക്കെ ഗൈസ്, അപ്പൊ എനിക്കൊരു നല്ല ബർത്ത്ഡേ സർപ്രൈസ് തന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു നല്ല ചോക്ലേറ്റ് കേക്ക് ആയിരുന്നേ. ഞാൻ നിങ്ങൾക്ക് കേക്ക് കാണിച്ചു തരാവേ. സോ ഞാനങ്ങനെ നിന്റെ ബർത്ത്ഡേ ദിവസമാണ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ഉറങ്ങാതെ കുറേ നേരം ഹൊറർ സ്റ്റോറീസ് എല്ലാം പറഞ്ഞിരുന്ന് ശരിക്കും ഒരു ബാങ്ക് കൊടുക്കുന്ന സമയം ആ ടൈമിലാണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ സൈഫിനെ സൈക്കിൾ റൈഡിനൊക്കെ പോയി. സൈക്കിൾ റൈഡ് കഴിഞ്ഞ് തിരിച്ച് വന്ന ഒരു 7 മണിയായപ്പോൾ സൺറൈസ് കാണാനായിട്ട് ഒരു ബോട്ടിൽ പോയ വീഡിയോ ആണിത്. ഗുഡ് മോർണിംഗ് വരിക.
ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി ഇന്ന് ഞങ്ങൾ വന്ന് കിടന്ന് ഉറങ്ങിയത് 7 മണിക്കാണ്. അത് കാരണം മോർണിംഗ് ടൈമിലുള്ള ഒന്നും ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങളൊരു ചെറിയൊരു ബോട്ടിങ്ങിന് പോകാൻ പോവുകയാണ്. അപ്പോൾ ആ വീഡിയോ കൂടി നിങ്ങൾക്ക് കാണാം. ഓക്കെ. സോ ഗൈസ്, ഞങ്ങൾ ഹൗസ് ബോട്ട് ജേണിക്ക് പോവുകയാണ്. നമ്മൾ ഈ ഹൗസ് ബോട്ടിലാണ്. സിഗ്മ ബോയ്. ഓക്കെ, ഞാൻ സൈറസിലാണ് പോകുന്നത്. സൈറസിൻ്റെ ഹൗസ് ബോട്ടിലാണ് പോകുന്നത്. കയറിയിട്ട് ഓൾറെഡി കയറിയതാണ് മോർണിംഗ്. നമുക്കൊരു 2 hour ജേണിയാണ് ഈ ബോട്ടിങ്ങിലുള്ളത്. സോ നമുക്കധികം ഒരു 2 hour ജേണിയാണ് ബോട്ടിങ്ങിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിങ് വീഡിയോസ് ആണ്. ആരെങ്കിലും ബാൻഡ് ഉണ്ടോ? ഹായ് അമ്മു. ഓക്കെ, നമ്മളപ്പോൾ ഇങ്ങനെ പാതിരാമണയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ പാതിരാമണയിൽ കണ്ടു കഴിഞ്ഞ് പോവുകയാണ്. നല്ല സ്ഥലമായിരുന്നു. കുറേ ബേർഡ്സും അതും ഇതൊക്കെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഒരു കാട്, നല്ലൊരു സമാധാനപരമായിട്ട് നമുക്ക് ഒരു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടുത്തെ നേച്ചർ ബ്യൂട്ടി കണ്ടിട്ട്. ഓക്കെ, അങ്ങനെ സൈറസ് റിസോർട്ടിനോട് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞിട്ട് ഞങ്ങൾ പോയാണ്. അപ്പോൾ ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേക്കേഷൻ? സ്റ്റേക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു? യെസ്, സൈറസ് അടിപൊളിയാണ്. ഇവരുടെ ഒരു പീസ്ഫുൾ ആംബിയൻസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർവീസ് അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. പിന്നെ പ്രൈവസി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എന്ത് ചോദിച്ചാലും ഈസി ആയിട്ട് വേഗം അവർ സെർവ് ചെയ്യും. അതാണ് ഒരു സർവീസ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ശരിക്കും. ഇന്ന് 5 മണിയായപ്പോൾ ഞങ്ങളൊരു സൈക്കിൾ റൈഡിന് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഒരു ചെറിയ രീതിയിൽ സൺറൈസ് കണ്ടിട്ടാണ് ഞങ്ങൾ പോയി കിടന്നുറങ്ങിയത്. അപ്പോൾ അതൊക്കെയുണ്ട്. ആദ്യം ലഗേജൊക്കെ കൊണ്ടുപോയിട്ട് കാറിൽ വെച്ചിട്ട് വരാം. അതെ, ഇല്ല. ഗുഡ് മോർണിംഗ്. അവിടെ വെക്കാനല്ലേ? ഓക്കെ. ഇന്നലെ പൂളിൽ വെച്ച് കണ്ട ആ നഗ്നനായ പയ്യൻ ഇതാണ്. സോ ഞങ്ങൾ IHR ടീം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോയി. എനിക്കൊരു ഗ്യാപ്പ് വേണം. എനിക്ക് സ്ഥലമുള്ളവരൊന്നും ചിരിച്ചു നിന്നാ 10 സെക്കൻഡേ ഉള്ളൂ.
ഓക്കെ ഗൈസ്, ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ടയർഡാണ്. ഇനി വീട്ടിലെത്തണം. വീട്ടിലെത്തിയിട്ട് നല്ലൊരു ഉറങ്ങണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.